ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ റിവാർഡ് പോയിന്റിനും അതിന്റെ 4 ഇരട്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ജുവലറിയിൽ സ്വർണം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നൈസായിട്ട് സംസാരിക്കുന്നതിനിടയിൽ കടക്കാരുടെ ടാക്ടിക്കലായിട്ടൊരു ചോദ്യമുണ്ട്. സാറേ, എങ്ങനെയാണ് പേയ്മെന്റ്? ക്യാഷ് ആണോ, കാർഡാണോ? ഏതായാലും അവർക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന രീതിയിലുള്ളൊരു ചോദ്യം. നിങ്ങൾ ഒരിക്കലെങ്കിലും ക്യാഷ് ആണെന്ന് പറഞ്ഞ് ഡിസ്കൗണ്ട് ഇട്ടതിന് ശേഷം അയ്യോ ക്യാഷ് ഇല്ല എന്നാ ഞാൻ കാർഡ് തരാം എന്നൊന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? അപ്പോഴറിയാം ആ ട്രാപ്പ്. നോർമലി ക്രെഡിറ്റ് കാർഡിന് 2% ട്രാൻസാക്ഷൻ ചാർജസ് ഉള്ളതാണ്. ഈ 2% ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനകത്ത് അടയ്ക്കുന്നുണ്ട്. ഒട്ടും കാശ് കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത് എന്ന് നിയമമൊക്കെ ഉണ്ടെങ്കിലും ഒരു കടക്കാരും ഈ 2% അവരുടെ കയ്യിൽ നിന്ന് ഇട്ട് തരും എന്ന് ചിന്തിക്കണ്ട. നിങ്ങൾ 1 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ 2% 2000 രൂപ ആ കൊടുക്കുന്ന പൈസയിൽ നിന്ന് ആ കടക്കാരൻ 2% പിടിച്ച് ബാങ്കിന് കൊടുക്കുന്നു. നിങ്ങളത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്താലോ 250 മുതൽ 500 രൂപ വരെ കിട്ടുമായിരിക്കും. 2000 രൂപ കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന 500 രൂപ. ഇതൊന്നും പോരാഞ്ഞിട്ട് ബാങ്കിന്റെ പരസ്യവും നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡിന്റെ മാഹാത്മ്യത്തെ. പരസ്യം ഇങ്ങനെയാണ്: 1 ലക്ഷം രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യൂ, 500 രൂപ റിവാർഡ് പോയിന്റ് ആയിട്ട് നേടും. ശരിക്കും പരസ്യം ഇങ്ങനെയാണ് വരേണ്ടത്. 1 ലക്ഷം രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യൂ, 2000 രൂപ ഞങ്ങൾക്ക് തരൂ, അതിൽ നിന്ന് 500 രൂപ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരും. ഇതാണ് ക്രെഡിറ്റ് കാർഡിന്റെ കഥ.